മുതൽ മഞ്ചേശ്വരം വരെ കാൽനടയായി ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന പേരിൽ നമ്മളൊരു ജാഥ നടത്തുകയാണ്. ഇതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ അടുത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 3 വയസ്സ് പ്രായമുള്ള അംഗൻവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അതേ അംഗൻവാടിയിലെ ടീച്ചറിന്റെ മകൻ പീഡിപ്പിച്ചു എന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം ജ്യേഷ്ഠന്മാരെ, സ്വന്തം മക്കളെ പോലും കൊല ചെയ്യുന്ന, കൊല്ലപ്പെടുത്ത് ഒരുപാട് വിഷയം നമുക്ക് ദൃശ്യമാകുന്ന അരിഞ്ഞാൽ തുല്യമായി നഗ്നമായി നടക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? ലഹരിയാണ്. ഈ ലഹരി ഇതിനെ ഒത്താശ ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല അടിച്ചമർത്തുക തന്നെ ചെയ്യണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയും പോലെ അടിവേറി ഇളക്കാൻ, മുറിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടികൾ തുടങ്ങാൻ പോകുന്നത് MLA എത്തുന്നതാണ് ഒരു പ്രതീക്ഷയിലാണ്. നാട്ടുകാരെ, ഉദ്യോഗസ്ഥന്മാരെ, നമ്മൾ ഇപ്പോൾ കേരള സർക്കാരിന്റെ തൂഫാൻ എന്ന പൊതുവെ എന്തെങ്കിലും കാലാവസ്ഥ വരുമ്പോൾ തൂഫാൻ അടിക്കുമെന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു ടൈറ്റലാണ് കൊടുത്തത് തൂഫാൻ എന്ന രീതി. തൂഫാൻ പ്രകാരം തന്നെ ഇത് ഒരു ജാഥയിലോ അല്ലെങ്കിൽ ഒരു ആവേശത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒതുങ്ങി നിൽക്കാതെ കണ്ട് ഇതിന്റെ വേര് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിന് എവിടെല്ലാം ഉണ്ടോ അവരെ ഒന്ന് ചെയ്യാനില്ല, അവർക്കൊരു ബോധവൽക്കരണമെങ്കിൽ കൊടുത്തിട്ട്. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ വീട്ടു പുറത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം, എനിക്കിപ്പോ 6 മക്കളുണ്ട്. എന്റെ 6 മക്കളോട് പുറത്തിറങ്ങുമ്പോൾ അവർ രാത്രി 6 മണിക്ക് ശേഷം എവിടെ പോകുന്നു? ഇപ്പോ 6 മണിയുമല്ല, 12 മണി ഒരു ചായ. ഇതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുറെ മക്കൾ സ്വന്തം വീട്ടുകാരാണ് അയക്കുന്നത്. ചിലപ്പോ അവരെ വാപ്പന്മാര് ഗൾഫിലുണ്ടാകും. ഞാനും ഏതാനും വർഷം മുമ്പ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ നടന്നു പോയതാണ് ഈ ലഹരിക്കെതിരെ. അപ്പോൾ കുറെ ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നാലും ഒരു പ്രതിജ്ഞ എടുത്തിട്ട് എന്തു വന്നാലും പ്രശ്നമല്ല, ഈ ലഹരി എന്നുള്ള മാരകമായ വിപത്തിനെതിരെ ഒരു ശബ്ദമെങ്കിലും സംസാരിക്കണം. അങ്ങനെ നടന്ന് ഞാൻ തിരുവനന്തപുരം സെക്രട്ടറി വരെ എത്തി ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഈ കേരള സർക്കാർ നടപ്പിൽ വരുത്തിയ തൂഫാൻ എന്ന ടൈറ്റിൽ നിങ്ങൾ ഈ തൂഫാന അല്ല എന്തായാലും നിങ്ങൾ ആ ഒരു ലഹരിന്റെ വിഷയത്തിൽ വീണ്ടും തന്നെ സ്വന്തം മക്കളെ ബോധവൽക്കരണമുണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്റെ മകൻ നല്ലവനെന്ന് നടന്നാൽ, നല്ലവൻ എന്ന് പറഞ്ഞ് നിന്നാൽ നാളെ ഏതെങ്കിലും ഒരു ലഹരിന്റെ അടിമയായിരിക്കും. അതുകൊണ്ട് പിന്നീകരിച്ച കാര്യമില്ല. ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ASP, അതുപോലെ തന്നെ മഞ്ചേശ്വരം SI, മറ്റു വ്യവസായികൾ, മറ്റു വിദ്യാർത്ഥികൾ, മറ്റു നാട്ടുകാരെ, ഇന്നത്തെ ഈ ഉദ്ദേശശുദ്ധിയെപ്പറ്റി ഇവിടെ മുൻ പ്രാസംഗികന്മാർ ഇവിടെ നിങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇന്ന് ലോക ലഹരിവിരുദ്ധ ദിനമാണ്. അതിന്റെ ഭാഗമായി തന്നെ നാം മഞ്ചേശ്വര പോലീസ് പരിധിയിൽ പോലീസും ജനങ്ങളും സംഘടിപ്പിക്കുന്ന, അതുപോലെ തന്നെ കേരളത്തിൽ ലഹരിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങൾ മുമ്പ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന പേരിട്ടുകൊണ്ട് പോലീസും ജനങ്ങളും ഒന്നായിക്കൊണ്ട് ലഹരി വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കേരളത്തിൽ ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് കൊലപാതകങ്ങളും മറ്റു അടിപിടി കേസുകൾ, അതുപോലെ തന്നെ ബലാത്സംഗം, പോക്സോ കേസ് എല്ലാം ലഹരിയുടെ ഭാഗമായിട്ടാണ് പോലീസ് ഇവിടെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അത് ശിക്ഷ വളരെ ഇന്ത്യ നിയമപ്രകാരം വളരെ കുറവാണ്. മറ്റു വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലൊക്കെ തലവെട്ടിയെടുക്കലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ശക്തമായ കേസുമായി അവരൊക്കെ ജയിലിൽ പുറത്തേക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്.
ലഹരി വിരുദ്ധ ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരും പോലീസ് വകുപ്പും ചേർന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇന്ന് കേരളത്തിലെങ്ങോളം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യങ്ങളെ എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഈ പരിപാടിയുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട കാസർഗോഡ് ASP അശോക് IPS അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടനമായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനെത്തിയുള്ള വിവിധങ്ങളായ വ്യാപാര വ്യവസായി, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, SPC, മറ്റ് നാട്ടുകാർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അലങ്കരിക്കുന്നതായി ബഹുമാനപ്പെട്ട കാസർഗോഡ് ASP അശോക് IPS അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സർക്കാരിന്റെയും കേരള പോലീസിന്റെയും അഭിമാന പ്രൊജക്റ്റായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരു റാലി നമ്മളോട് മുതൽ തലപ്പാടി വരെ അല്ലെങ്കിൽ വസന്തര വരെ നമ്മളത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒത്തുചേർന്ന് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തൂഫാൻ ഈ ഒരു പേരിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുന്നത് ആദ്യമായിട്ടല്ല. പക്ഷെ ഈ തൂഫാൻ എന്നുള്ള പേരിൽ ഈ പദ്ധതി തുടങ്ങുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ അത് പൊതുജനങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകണം എന്നുള്ള അർത്ഥത്തിലും കൂടെയാണ്. കാരണം തൂഫാൻ എന്ന കൊടുങ്കാറ്റ് വെറും കാറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യാതൊരു എഫക്റ്റും ഇല്ലാത്തൊരു കാര്യമാണ്. കാറ്റായിട്ട് വരും, കാറ്റായിട്ട് പോകും, ആരും അറിയുന്നത് പോലുമില്ല. ഈ കാറ്റിന്റെ കൂടെ കല്ലും മണ്ണും മണലും ചെടികളും വൃക്ഷങ്ങളും എല്ലാം കൂടെ ചേർന്ന് അത് വലിയൊരു കൊടുങ്കാറ്റായി ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു എഫക്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് എല്ലാവരും അറിയുന്നത്. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ശരിക്കും. അതായത് കൊടുങ്കാറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആ കൊടുങ്കാറ്റിന് ഒരു ഭയങ്കരമായ ദുരൂഹമായിട്ടുള്ള ഒരു അതിന്റെ എഫക്റ്റുകൾ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കല്ലും മണ്ണും ഇതെല്ലാം നമ്മുടെ ജനസമൂഹമാണ്. സമൂഹത്തിനകത്തെ എല്ലാ നാനാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇതിനകത്ത് ഒത്തുചേർന്ന് പോലീസിനോടും ഗവൺമെന്റിനോടും എല്ലാവരോടും ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴത്തേക്കാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥവും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും വരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബഹുമാനരായ ജനപ്രതിനിധികളെ, പോലീസ് ഉദ്യോഗസ്ഥരെ, മറ്റു വിവിധ മേഖലകളിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാനരായ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി കേരളത്തിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ദീർഘകാലം കേരള രാഷ്ട്രീയത്തിലും വ്യത്യസ്ത മേഖലകളിലും തന്റെ അധികാര മേഖലകളിലും ഭരണ മേഖലയിലും കയ്യം ചാർത്തിയിട്ടുള്ള കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്ട് എന്ന നിലക്കാണ് കേരളത്തിന്റെ വരും തലമുറയെ രക്ഷിക്കാൻ തൂഫാൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ക്യാപ്ഷനോട് കൂടി ഇത്തരത്തിലുള്ള പ്രോഗ്രാം കേരളത്തിന് സമർപ്പിച്ചത്. ഇന്നും ഇന്നലെയും നാളെയുമായി കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും ജനമൈത്രി പോലീസും അനവധി സംഘടനകൾ കൈകോർത്തുകൊണ്ട് ഡ്രഗ്സിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കേരള അസംബ്ലിയിൽ ചോദ്യോത്തര വേള വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളത്തിന്റെ മറ്റുള്ള മേഖലകളിൽ നിന്ന് വളരെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് മഞ്ചേശ്വരം. നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ അറിയാം. പുതിയൊരു പോലീസ് സ്റ്റേഷന്റെ പ്രൊപ്പോസൽ പയ്യോളിക്ക് നമ്മൾ വെച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നത്. പല രീതിയിലുള്ള പ്രയാസം അനുഭവിക്കാൻ കണ്ടുകൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ വേണ്ടി പരിശ്രമിക്കുന്നത്. നമ്മുടെ അതിർത്തിയിൽ തന്നെ 18ഓളം കർണാടകയിലേക്ക് വഴികളുണ്ട്. സമ്പൂർണമായി ഡ്രഗ്സിനെ തുരത്തി നമ്മുടെ കലാലയങ്ങളെ, നമ്മുടെ യുവതയെ, നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ ഒരു പ്രോഗ്രാമാണ് കേരളം മുഴുവനും ഒരു കൊടുങ്കാറ്റായി ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി അതിന്റെ ക്യാമ്പയിനും പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടപ്പെട്ടത് ചില പാരന്റ്സ് ഒക്കെ വന്ന് എന്റെ മോനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ മതി എന്ന് 20 വയസ്സുകാലം പോറ്റി വളർത്തിയ ഒരു ഉമ്മ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ
പലപ്പോഴും തകർന്ന് പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെയും ധാരാളം ഡ്രഗ്സിനെതിരെ പോരാട്ടം നടത്തിയ മുഖങ്ങളുണ്ട്. ഞാൻ കാറിൽ നിന്നിറങ്ങിയ പ്രിയപ്പെട്ട അടുക്ക ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിൻ, അത് കേരളത്തിന്റെ ഓർമ്മകളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അബ്ദുള്ള സാഹിബിന്റെ നേതൃത്വത്തിൽ അടുക്കയിൽ നമ്മൾ നടത്തിയത്. അതിങ്ങനെ തുടരണം. നമ്മളിത് കേവലം ഒരു പ്രോഗ്രാം എന്ന നിലക്കല്ല നടത്തുന്നത്. എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മുടെ അടുത്ത സംഘടനകളും എല്ലാവരും കൈകൊത്തു പിടിച്ചുകൊണ്ട് ഒരു ഡ്രഗ്സ് ഇല്ലാത്ത ഒരു മഞ്ചേശ്വരമായി കെട്ടിപ്പടുക്കാനുള്ള ഒരു സ്വപ്നമാണ് മഞ്ചേശ്വരത്തെ ജനങ്ങൾ കാണുന്നത്. നമുക്ക് അതിനു വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരോടും ചോദിച്ചാൽ 100 കൂട്ടം കഥകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനടയായി ലഹരിക്കെതിരെ യാത്ര നടത്തിയ ആളുകൾ, നമ്മൾ അമീദിനെ പോലെയുള്ള ആളുകളുണ്ട്. ലഹരിക്കെതിരെ നിരന്തരമായി പടവരുന്ന ഒരു മണ്ണാണ് മഞ്ചേശ്വരത്തിന്റെ മണ്ണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വരും തലമുറ ഇല്ലെങ്കിൽ ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ലഹരി അതിന്റെ സീമകൾ കടന്ന് മുന്നോട്ട് പോയി അതില്ലായ്മ ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്കെതിരെ എന്ത് വില കൊടുത്തും ഇല്ലായ്മ ചെയ്തേ മതിയാവും. ബഹുമാനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മികച്ച പ്രോഗ്രാം മഴയൊന്നാൾക്ക് മാറും കെട്ടിയാൽ മഞ്ചേശ്വരത്ത് സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന ആളുകളിൽ മഞ്ചേശ്വരത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും, മഞ്ചേശ്വരത്തെ മുഴുവൻ ഇവരെയും, മഞ്ചേശ്വരത്തെ മുഴുവൻ വീട്ടമ്മമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തൂഫാന്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് MLA എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഞങ്ങൾക്കൊപ്പം നടന്ന ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, നിങ്ങളുടെ നേതാക്കന്മാർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിൽക്കുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ നന്ദി അറിയിക്കുന്നു. Hey!